രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കില്ല എന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമായി തന്നെ തുടരുകയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചില്ലെങ്കിൽ പിന്നീട് രാഹുൽ ഗാന്ധിക്ക് ലോക്സഭാ സീറ്റ് നഷ്ടമാകുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരുന്നത്. രാഹുൽ ഗാന്ധി ഇനി വയനാട്ടിൽ മത്സരിച്ചില്ലെങ്കിൽ പിന്നെ എവിടെയെല്ലാം മത്സരിക്കും എന്ന ചോദ്യത്തിനേക്കാൾ അപ്പുറം വേറെ എവിടെ രാഹുൽ ഗാന്ധി മത്സരിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന് ലോക്സഭാ സീറ്റ് കിട്ടില്ല, അതായത് അദ്ദേഹത്തിന് പരാജയം തന്നെയായിരിക്കും ഫലം എന്നുള്ള നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ എല്ലാം തന്നെ ശക്തമായി വരുന്നത്. അതായത് വയനാട്ടിൽ മാത്രമേ രാഹുൽ ഗാന്ധിക്ക് ഒരു സേഫ് സോൺ എന്ന് പറയാനുള്ള സാധ്യതയുള്ളൂ എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പരിശോധിക്കാം രാഹുൽ ഗാന്ധിക്ക് ലോക്സഭാ സീറ്റ് അന്യമാകുമോ എന്ന്. യഥാർത്ഥത്തിൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനുള്ള സാധ്യത കുറയുന്നെന്നാണ്. അതേസമയം തന്നെ കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മത്സരിക്കാനുള്ള സാധ്യതയുമുണ്ട്. പരമ്പരാഗതമായി മത്സരിച്ചു പോരുന്ന അമേഠിയെ കൂടാതെയാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് ഏതെങ്കിലും ഒരു സീറ്റിൽ കൂടി മത്സരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനവുമായിട്ടില്ല. വയനാട് സുരക്ഷിത മണ്ഡലമാണെങ്കിലും പ്രതിപക്ഷ കക്ഷികൾ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുമായി നിൽക്കുകയും കോൺഗ്രസ് അതിന് നേതൃത്വം നൽകുകയും ചെയ്യുമ്പോൾ അതേ മുന്നണിയിലെ ഒരു കക്ഷിയുമായി രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ഉചിതമാകില്ല എന്നുള്ള വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതൃത്വങ്ങൾ ഇപ്പോൾ ഉള്ളത്. രാഹുൽ ബി.ജെ.പിയുമായി നേരിട്ടുള്ള മത്സരം നടത്തി വർഗീയ വിരുദ്ധ പോരാട്ടത്തിന്റെ സന്ദേശം നൽകണമെന്ന അഭിപ്രായവും നേതൃത്വം കണക്കിലെടുക്കുന്നുണ്ട്. കർണാടക, തെലങ്കാന PCCകൾ രാഹുലിന് സുരക്ഷിത മണ്ഡലങ്ങൾ ഉറപ്പു നൽകുന്നുമുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് വയനാട് ഒഴിവാക്കാനുള്ള ആലോചന നേതൃത്വം ഇപ്പോൾ പരിഗണിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വയനാട് എന്ന് പറയുന്നത് തീർത്തും സേഫ് ആയിട്ടുള്ള, തീർത്തും സുരക്ഷിതമായിട്ടുള്ള ഒരു മണ്ഡലം തന്നെയാണ്. കാരണം രാഹുൽ തരംഗം 2019 ഉണ്ടാക്കിയ ആ രാഹുൽ തരംഗത്തിന് ഇപ്പോഴും വയനാട്ടിൽ യാതൊരു തരത്തിലുള്ള കോട്ടവും വന്നിട്ടില്ല എന്നുള്ള പഠനങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതേ സാഹചര്യത്തിൽ തന്നെ രാഹുൽ ഗാന്ധി ഒരു MP എന്ന നിലയിൽ വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള വിമർശനങ്ങളും മറ്റു പാർട്ടിക്കാരുടെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ അത്തരം ഒരു ആക്ഷേപങ്ങൾ മറ്റു പാർട്ടിക്കാരുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. പക്ഷേ അതേസമയം തന്നെ അത്തരത്തിൽ ഒരു നിഗമനമോ അല്ലെങ്കിൽ അത്തരം ഒരു അന്തരീക്ഷമോ ഉണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ രാഹുൽ ഗാന്ധിയുടെ ജയത്തെ ബാധിക്കാനുള്ള സാധ്യതയില്ല. ഒരുപക്ഷെ വോട്ടുകൾ കുറയുമായിരിക്കാം, നേരിയ വ്യത്യാസം വരുമായിരിക്കാം. അപ്പോൾ നേരിയ വ്യത്യാസം മാത്രമേ വയനാട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ എന്നുള്ളതാണ് അവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പക്ഷേ ഇന്ത്യ മുന്നണിയിലെ CPI തന്നെയാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയെ കുടുക്കിയത് എന്ന് തന്നെ പറയാം. കാരണം ആനി രാജയെ നിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് CPI ഇപ്പോൾ കോൺഗ്രസിനെ എത്തിച്ചിരിക്കുന്നത്. കാരണം ആനി രാജയെ സംബന്ധിച്ചിടത്തോളം ഒരു ദേശീയ നേതാവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഉയർന്നു വരാനുള്ള സാധ്യത ഏറെയാണ്. അതായത് വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കയ്യിലായിരുന്നു അവിടുത്തെ ഒരു MP സ്ഥാനം എന്ന് പറയുന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. അവിടെ വീണ്ടും തിരിച്ച് ഇടതുപക്ഷത്തിന് ഒരു കോട്ടയുണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമം, ഒരു തീവ്ര ശ്രമം അത്തരം ഒരു സംവരണ മേഖലയിൽ നടത്തുകയാണ് CPI എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇനി എന്ത് തന്നെയാണെങ്കിലും വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധി മാറി തെലങ്കാനയിലോ കർണാടകയോ മത്സരിക്കുകയാണെങ്കിൽ അവിടെ ഒരു സുരക്ഷിത മണ്ഡലം ഉറപ്പു നൽകാൻ കഴിയുമെന്ന് സംസ്ഥാന നേതൃത്വം എല്ലാം തന്നെ പറയുന്നുണ്ടെങ്കിലും പക്ഷേ അവിടെ എത്രമാത്രം സുരക്ഷിതമാണ് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയായി ഉയരുകയാണ്. അതുപോലെ തന്നെ ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയെ സുരക്ഷിതമായ ഒരിടത്ത് എത്തിക്കുക എന്ന് പറയുന്ന ഒരു ധർമ്മത്തിൽ അല്ലെങ്കിൽ അത്തരമൊരു കർത്തവ്യത്തിനും അപ്പുറത്തേക്ക് വലിയ രീതിയിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അമേഠിയെ സംബന്ധിച്ചിടത്തോളം അമേഠിയിൽ ആദ്യം അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കയ്യിലായിരുന്ന അമേഠിയെ പിന്നീട് സ്മൃതി ഇറാനി ആ അമേഠിയിൽ ആ ലോക്സഭാ സീറ്റ് സ്വന്തമാക്കിയ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയെയും അതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള പരാജയവും വലിയ തരത്തിലുള്ള അഭിമാന പ്രശ്നവുമായിരുന്നു. ആ അഭിമാനം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന വലിയൊരു ബാധ്യത കൂടി ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കുണ്ട്. മാത്രമല്ല സ്മൃതി ഇറാനിയുടെ പരസ്യമായ വെല്ലുവിളി അദ്ദേഹം പരസ്യമായി ഏറ്റെടുത്ത സാഹചര്യത്തിൽ അമേഠി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഒരു ജീവൻ മരണ പോരാട്ടം എന്ന പോലെ തന്നെ ഒരു അഭിമാന പോരാട്ടം എന്ന പോലെ തന്നെ അത് ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അവിടെ മത്സരിക്കേണ്ടതുണ്ട്. അതേ സാഹചര്യത്തിൽ അമേഠിയിലെ വിജയ സാധ്യത എന്ന് പറയുന്നത് എത്രമാത്രമാകും എന്നുള്ള കാര്യത്തിൽ വളരെ വലിയ രീതിയിലൊരു ആശങ്കയുമുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ഒരുപാട് മനസ്സുകളിലേക്ക് നടന്നു കയറുകയായിരുന്നു. അതായത് ഭാരത് ജോഡോ എന്ന് പറയുന്ന ഒരു യാത്രയിലൂടെ ഒരുപാട് ജനങ്ങളിലേക്ക് അദ്ദേഹം നടന്നു കയറുകയായിരുന്നു. വളരെ പതുക്കെ ഒരു യുവാവ് നടന്നു കയറി എന്നുള്ള തരത്തിലായിരുന്നു അത്തരം ഒരു പ്രചരണമായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. ആ ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയർ മാറ്റിമറിച്ചേക്കാം എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന രാഹുൽ ഗാന്ധി ആയിരുന്നില്ല ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന രാഹുൽ ഗാന്ധി എന്നുള്ള നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം തന്നെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സ്വീകരിച്ച ചില സൗമ്യമായ ഇടപെടലുകളും ചില ശക്തമായ രാഷ്ട്രീയ നിലപാടുകളും
നിലപാടുകളുമാണ്. ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് അത് തീർത്തും അവരിൽ ഒരാളായി നിന്നുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു നിലയായിരുന്നു. അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത് എപ്പോഴും പറയാനുള്ള കാര്യം ഉറക്കെ വ്യക്തമായി തന്നെ വിളിച്ചു പറയുക എന്നുള്ള അദ്ദേഹത്തിന്റെ കൃത്യമായ രാഷ്ട്രീയ നിലപാട് അദ്ദേഹം ഭാരത് ജോഡോ യാത്രയിൽ ഉടനീളം അദ്ദേഹം അത് നടത്തി എന്നുള്ളതാണ്. ഒരുപക്ഷെ വലിയ രീതിയിലുള്ള പൊളിറ്റിക്കൽ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നില്ലെങ്കിലും സാമൂഹിക പ്രശ്നങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം അറിയിച്ചു എന്നുള്ളതാണ് ഭാരത് ജോഡോ യാത്രയെ വിജയിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാരത് ജോഡോ യാത്ര ഒരുപക്ഷെ വലിയ രീതിയിൽ കോൺഗ്രസിന് നേട്ടം ഉണ്ടാക്കാൻ എല്ലാം തന്നെ സാധിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത്ര വലിയൊരു സാധ്യതയൊന്നും തന്നെ കഴിഞ്ഞ തവണത്തെ ഈ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ കേരളത്തിൽ രാഹുൽ ഗാന്ധി ഒരു തരംഗം ഉണ്ടാക്കിയെങ്കിലും കോൺഗ്രസിന് അത് വലിയ രീതിയിൽ കോൺഗ്രസ് വിചാരിച്ച ഒരു പ്രതീക്ഷിച്ച രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റമൊന്നും തന്നെ കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു വിധത്തിലെങ്കിലും ഒരു പരിധിവരെയെങ്കിലും വോട്ടിനെ സ്വാധീനിക്കാൻ അതിന് സാധിച്ചു എന്നുള്ളതും ശക്തമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതേസമയം തന്നെ അമേഠിയെ സംബന്ധിച്ചിടത്തോളം അവിടെ രാഹുൽ ഗാന്ധിയെ പ്രതിരോധിച്ചത് മുസ്ലിം ലീഗിന്റെ കൊടി കാണിച്ചുകൊണ്ടുള്ള ചില ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് കൃത്യമായ തീവ്രമായ ഹിന്ദുത്വ രാഷ്ട്രീയം വ്യക്തമായി തന്നെ മുതലെടുത്തുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു വികാരം രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടാക്കിയെടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ യഥാർത്ഥത്തിൽ തോറ്റുപോയതെന്ന് തന്നെ പറയാം. പക്ഷെ അതേ സാഹചര്യത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒന്നുകൂടി ഒരു ഭാരത് ജോഡോ ന്യായയാത്ര നടത്തുകയാണ്. അമേഠിയിലെ യുവാക്കളെല്ലാം തന്നെ അദ്ദേഹത്തോട് കൂടെ അണിനിരക്കുന്ന രംഗങ്ങളുണ്ട്. ഇന്ത്യയിലെ തൊഴിലില്ലായ്മ വലിയൊരു ഗുരുതര പ്രശ്നമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യുവാക്കളെല്ലാം തന്നെ രാഹുൽ ഗാന്ധിയുടെ കൂടെ കൂടുകയാണ്. അവർ പ്രതീക്ഷിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ഒരുപക്ഷെ തങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണാൻ, അതല്ലെങ്കിൽ തങ്ങളിൽ ഒരാളുടെ ശബ്ദമായി തന്നെ തങ്ങളുടെ കൂടെ തന്നെ കൂടാനുള്ള, അല്ലെങ്കിൽ തങ്ങളുടെ കൂടെ തന്നെ നിൽക്കും എന്നുള്ളൊരു വിശ്വാസമായിരിക്കും ഒരുപക്ഷെ അമേഠിയിൽ രാഹുൽ ഗാന്ധിയോട് കൂടെ ഒരുപാട് യുവാക്കൾ തടിച്ചുകൂടിയത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. അതേസമയം തന്നെയാണ് കർഷകരുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ ചില നീക്കങ്ങൾ എന്ന് പറയുന്നത്. കർഷക സമരം വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ദേശീയ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ കർഷകരുമായുള്ള ഇടപെടലും അവരുടെ എല്ലാം തന്നെ സൗഹൃദങ്ങളും പിന്തുണയും എല്ലാം തന്നെ ഒരു പക്ഷേ അമേഠിയിലെ ഇലക്ഷൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ മാറ്റിമറിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതേസമയം തന്നെ കഴിഞ്ഞ തവണത്തെ പോലെ വലിയ തരത്തിലുള്ള കുതന്ത്രങ്ങൾ എതിർ പാർട്ടിയിൽ അല്ലെങ്കിൽ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ ഒരു പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ഇത്തവണ അവിടെ വിജയിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ്. പക്ഷേ ആ പ്രതീക്ഷയ്ക്കും അപ്പുറം ഒരു ഉറപ്പ് പറയാൻ ഇപ്പോഴും അമേഠിക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് അമേഠിയിൽ മത്സരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ലോക്സഭാ സീറ്റ് നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിശകലനങ്ങൾ വരുന്നത്. അതേസമയം തന്നെയാണ് തെലങ്കാനയിലും കർണാടകയിലും. തെലങ്കാനയും ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സേഫ് അല്ലെങ്കിൽ സുരക്ഷിത മേഖലയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അതേസമയം തന്നെ ഏത് മണ്ഡലമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നതെന്നും അതുപോലെ തന്നെ എന്താണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്നെല്ലാം തന്നെ കൃത്യമായി വിലയിരുത്തിയതിന് ശേഷം മാത്രമേ രാഹുൽ ഗാന്ധിയെ ഇനി കളത്തിലെടുക്കൂ എന്നുള്ളതാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. കാരണം രാഹുൽ ഗാന്ധിക്ക് ഒരു ലോക്സഭാ സീറ്റ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ലോക്സഭയിൽ ഇടം ലഭിച്ചില്ല എങ്കിൽ അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണം തന്നെ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും എപ്പോഴും ഭരണപക്ഷത്തിനെതിരെ ശബ്ദമുയർത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ശ്രദ്ധേയനാണ്. മാത്രമല്ല ഇന്ത്യ മുന്നണി വന്ന സാഹചര്യത്തിൽ ഏറ്റവും ആദ്യം ഉയർന്നു കേട്ട പ്രധാനമന്ത്രിയുടെ പേര് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പേരാണ്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ നിറവേറ്റാൻ സാധ്യതയുള്ള അത്രയും കെൽപ്പുണ്ട് എന്നെല്ലാവരും വിശ്വസിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് രാഹുൽ ഗാന്ധി എന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന് കർണാടകയിൽ രാഹുൽ ഗാന്ധിക്ക് കൃത്യമായ ഒരു ഇടം കണ്ടുപിടിച്ചു കൊടുക്കാൻ സാധിച്ചെങ്കിൽ, അതേസമയം തന്നെ തെലങ്കാനയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ചില മാറ്റങ്ങൾ BJP സീറ്റുകളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതേ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി എന്തുമാത്രം സുരക്ഷിതനാണ് എന്നുള്ള ചോദ്യവും അവിടെ പ്രസക്തമാണ്. ഇനിയിപ്പോൾ തെലങ്കാനയിലോ കർണാടകയിലോ ഒരു സീറ്റിൽ മത്സരിക്കുകയാണെങ്കിൽ കൃത്യമായി വിജയ സാധ്യത ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാനാകൂ എന്നുള്ളതാണ്. കാരണം ലോക്സഭാ സീറ്റ് വയനാട്ടിലെ പോലെ സുരക്ഷിതമായൊരു ലോക്സഭാ സീറ്റ് തെലങ്കാനയിലോ കർണാടകയിലോ ലഭിക്കേണ്ടതുണ്ട്. ഏത് സീറ്റാണ്, എവിടെയാണ്, എന്താണ് അവിടുത്തെ ഇതുവരെയുള്ള രാഷ്ട്രീയ സാഹചര്യം, ഒരുപക്ഷെ രാഹുൽ ഗാന്ധി തരംഗം വയനാട്ടിൽ എന്ന പോലെ തെലങ്കാനയിലോ കർണാടകയിലോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അക്ഷരം പ്രതി പഠിച്ചതിന് ശേഷം മാത്രമേ രാഹുൽ ഗാന്ധി അവിടെ മത്സരിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ശ്രദ്ധേയം. അതല്ലെങ്കിൽ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ രാഹുൽ ഗാന്ധിക്ക് ലോക്സഭാ സീറ്റ് എന്ന് പറയുന്നത് അന്യമായി പോകാനുള്ള സാധ്യത ഏറെയാണ്.